ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാഗേശ്വര ക്ഷേത്രത്തെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവിടെ എത്തി, അവിടെ പഠിക്കുന്ന തന്നെ ഒരക്കയുടെ കയ്യിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങി വയ്ക്കുകയാണ്. അപ്പോൾ അക്ക തന്നെ സ്ലൈഡില്ല എന്ന് പറഞ്ഞപ്പോൾ അക്ക എന്നെ സ്ലൈഡൊക്കെ വെച്ച് മുല്ലപ്പൂ വെച്ച് തന്നതാണ്. അപ്പോൾ ആമിക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കുളന്തയ്ക്കും വേണം, ആഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനും വെച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നാഗേശ്വര ക്ഷേത്രം, അതാണിത്, തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണത്താണിത് സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ് ഈ നാഗേശ്വര ക്ഷേത്രം. ശിവഭഗവാനെ നാഗരാജാവായിട്ട് അല്ലെങ്കിൽ നാഗത്തിൻ്റെ തലവനായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട 3 ഗോപുരങ്ങളാണ് ഇതിൻ്റെ ഈ ഒരു ടെമ്പിളിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ധാരാളം തമിഴ് സാഹിത്യ കൃതികളിലൊക്കെ ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ വിശ്വാസങ്ങളെക്കുറിച്ചിട്ടൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ശരിക്കും നാഗരാജാവായിട്ട് തന്നെയാണ് ഇതിനെ കാണിക്കുന്നത്. ഇവിടെ ശിവഭഗവാനെ ഇവർ ആരാധിക്കുന്നത്. ഇത് നാഗേശ്വരൻ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ടെമ്പിളിൻ്റെ കുളം അറിയപ്പെടുന്നത് സൂര്യതീർത്ഥം എന്നാണ് ടെമ്പിളിൻ്റെ കുളം അറിയപ്പെടുന്നത്. കുറേ ഉപക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. നമ്മൾ കാണുന്നതാണ് മെയിൻ പ്രതിഷ്ഠ നടക്കുന്ന സ്ഥലം. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറേ പഴയ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ചോളന്മാരും അതേപോലെ തന്നെ തഞ്ചാവൂർ നായകരുടെ, തഞ്ചാവൂർ മറാത്ത കിങ്ഡം ഒക്കെ ഇവിടേക്ക് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ചോള ഡൈനാസ്റ്റി 19th സെഞ്ച്വറിയിലാണ് ഇതിൻ്റെ എക്സ്പാൻഷൻസ് ഒക്കെ എടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ ഇപ്പോൾ ഇത് നിൽക്കുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ടൈം എന്ന് പറയുന്നത് രാവിലെ 5:30 മുതൽ വൈകിട്ട് 10 മണി വരെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശന സമയം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതു. കുറേ ഉപക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ തൊഴുതു. ഇത്രയും വലിയൊരു ഫേമസ് ആയ ക്ഷേത്രം നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്ത് തിരക്കായിരിക്കും അല്ലേ? അവിടെ ഒട്ടും തിരക്കില്ല. അപ്പോൾ ഞങ്ങൾ ആ ക്ഷേത്രത്തിലൊക്കെ നടന്ന് അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണുകയാണ്. ഞങ്ങൾ രാത്രിയാണ് കേട്ടോ പോയത്. 10 മണി വരെ ഉണ്ടായതുകൊണ്ട് തന്നെ രാത്രിയാണ് പോയത്. പിന്നെ നിറയെ ഭിക്ഷക്കാരുണ്ട് അവിടെ. ഒരുവിധം തമിഴ്നാട്ടിലെ എല്ലാ അമ്പലങ്ങളിലും നിറയെ ഭിക്ഷക്കാരെ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും കണ്ടോ അതേ ഭിക്ഷക്കാരാണ് ഓടി വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.